കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക്. മഹോത്സവാഘോഷം ജൂൺ 17 സമാപിക്കും. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. മഴക്കാല മഹോത്സവം എന്നറിയപ്പെടുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ദക്ഷയാഗഭൂമിയിലെ സ്വയംഭൂ പ്രതിഷ്ഠയായ ശിവലിംഗത്തെ ആരാധിച്ചുള്ള ആഘോഷം ജൂൺ 17 സമാപിക്കും. ഉത്സവകാലം സമാപനത്തോടടുക്കുമ്പോൾ ഓരോ വർഷവും വൻ തിരക്കാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങളിലായി ദേവന്മാരുടെ ഉത്സവം, മനുഷ്യരുടെ ഉത്സവം എന്നിങ്ങനെയാണ് ആഘോഷം കൊണ്ടാടുന്നത്. ദക്ഷന്റെ യാഗഭൂമിയായ വലിയ ഗോപുരമോ നാലമ്പലമോ ശ്രീകോവിലോ ഇല്ലാത്ത ഇവിടെ മഹാദേവന്റെ സ്വയംഭൂ പ്രതിഷ്ഠയുള്ള മണിത്തറയിലാണ് പൂജാതി കർമ്മങ്ങളും ആരാധനയും വണക്കവും നടക്കുക. വൈവിധ്യമായ പലവിധ ആചാരങ്ങളാൽ സമ്മിശ്രമായ കൊട്ടിയൂരിൽ എല്ലാ വർഷവും എല്ലാ പൂജകളും പൂർത്തീകരിക്കാറില്ല. ദേവന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ദക്ഷയാഗഭൂമിയിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ പര്യവസാനിക്കുന്ന വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തൃക്കലശാട്ടം ജൂൺ 17 ഇനി 13 മകം കലംബരവും 16 അത്തം ചതുശ്ശതം, വാളാട്ടം, കലശപൂജ എന്നിവയ്ക്ക് ശേഷമാണ് ഈ വർഷത്തെ ആഘോഷം സമാപിക്കുക. എല്ലാ വർഷവും എല്ലാ പൂജകളും പൂർത്തീകരിക്കാറില്ല എന്നതിനാൽ മുൻവർഷം ബാക്കിവെച്ച പൂജകളോടെയാണ് ഓരോ ഉത്സവകാലത്തെയും പൂജകൾ ആരംഭിക്കുക. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.